മദീനയിൽ ഒരു ജനാസ മറവ് ചെയ്ത് ആ ജനാസയുടെ ഖബർ മൂടി വെച്ച് ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും അവിടെ തന്നെ കുറെ നേരം ഇരിക്കുന്നു. അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ ഒരു വടിയുണ്ട്, ഒരു കമ്പുണ്ട്. ആ കമ്പ് കൊണ്ട് എന്തൊക്കെയോ നബി തങ്ങൾ ഇങ്ങനെ വരച്ചു കൂട്ടുന്നു മണ്ണിൽ. സ്വഹാബിമാർ ചുറ്റും കൂടി നിൽക്കുകയാണ്. അന്ത്യപ്രവാചകരാണിത്. അവിടുത്തെ സംസാരവും മൗനവും വഹ്യാണ്, ദിവ്യബോധനമാണ്, ഡിവൈൻ ഇൻസ്പിറേഷൻ. ഹബീബായ നബി തങ്ങൾ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ അവിടുന്ന് സംസാരിക്കുകയില്ല. ആ മൗനം സ്വഹാബിമാർ നിരീക്ഷിക്കുകയാണ്. നബി തങ്ങൾ വരച്ചുകൊണ്ടിരിക്കെ അവരോട് പറയുന്നു, സ്വഹാബിമാരെ വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്. ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അവർ ചോദിച്ചു, നബിയേ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? അവിടുന്ന് മറുപടി പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ്, നിങ്ങൾ എന്റെ സന്തത സഹചാരികൾ. എന്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്തവർ, എന്നാൽ എന്നെ കാണാതെ വിശ്വസിക്കാൻ പോകുന്നവർ. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളായിട്ടില്ല, എന്നാൽ ഖുർആനിനെ യജ്ദൂനഹു ബൈന ദഫ്ഫതൈൻ, രണ്ടു ചട്ടകൾക്കിടയിൽ ഗ്രന്ഥമായി ഖുർആനിനെ കാണുന്നവർ, ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളല്ലാത്തവർ, എന്നെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ശേഷം വരാൻ പോകുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ ലോകത്ത് വരാനുണ്ട്. അവരെക്കൊന്ന് കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ അവരോട് പറയുന്നു, ആ പിൻഗാമികളിൽ ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ 50 ആളിന്റെ കൂലിയാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർ ചോദിച്ചു, നബിയേ അവരിൽ 50 ആളിന്റെ കൂലി അവരിൽ ഒരാൾക്ക് തന്നെ എന്നാണോ അതിനർത്ഥം? ഞങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങളിൽ 50 ആളിന്റെ കൂലി ആ കാലഘട്ടങ്ങളിൽ വരുന്ന നന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകും. കാരണം എന്തെന്നറിയുമോ? അൻതും തജിദൂന അലൽ ഖൈരി അഅവാനാ, നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കൂടെ ആളുകളുണ്ട്, കൂടെ നല്ലവരാണ് ജീവിക്കുന്നത്. എന്നാൽ അന്ത്യനാളിനോടടുത്ത് വരുമ്പോൾ നന്മ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല. ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടി ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നും. ശരീരം മറച്ച് നടക്കുന്നവൾ, ഞാൻ മാത്രം എന്റെ ഒരു വ്യത്യസ്ത, എല്ലാവരും ശരീരം അഴിച്ചു നടക്കുന്നവര്, ഞാൻ മാത്രം ഒരു ഹിജാബി പെണ്ണ്. കൂട്ടുകാര് എല്ലാവർക്കും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായി നടക്കുമ്പോ, മദ്യവും ലഹരിയുമായി നടക്കുമ്പോ, എനിക്കത് വേണ്ട, അല്ലാഹു അരുതെന്ന് പറഞ്ഞത് എന്റെ വായിലേക്ക് ഞാൻ വെക്കില്ലെന്ന് ശപഥം ചെയ്ത ഒരു ചെറുപ്പക്കാരന് അവനൊരു ആണാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടം. നിങ്ങൾ ജീവിക്കുന്ന പോലെയല്ല അവർ ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നന്മക്ക് സഹായികളുണ്ട്, അപ്പൊ അത് എളുപ്പമാണ്. എല്ലാവരും ഹിജാബ് ധരിക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാവരും തഖ്വയുള്ള മുഅ്മിനീങ്ങൾ. എന്നാൽ ആശ്വാസമല്ലാത്ത സ്വഭാവങ്ങൾ നാട്ടിലാകെ പരക്കുകയും നന്മ ചെയ്യുന്ന ആളുകൾ വിരലിലെണ്ണാവുന്നവരായി ചുരുങ്ങുകയും, നന്മ ചെയ്യുന്നവരെ ഒരു വേറിട്ട കണ്ണോടെ അവരുടെ ക്യാമ്പസുകളിൽ അവരുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇവനൊരു ആണാണോ ഇവളൊരു പെണ്ണാണോ എന്ന് ചോദിക്കുന്ന സമയം, നന്മയിൽ ജീവിച്ചതിന്റെ പേരിൽ മാത്രം തിന്മ ചെയ്യാത്തതിന്റെ പേരിൽ സ്വർഗ്ഗഭോഗികളായി ജീവിക്കുമ്പോൾ അത് വേണ്ടെന്ന് വിചാരിക്കുന്നവരെ പോലും വ്യത്യസ്തരായി കാണുന്ന ഒരു ലോകത്ത് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും സ്വഹാബികളിലെ 50 ആളിന്റെ കൂലി അല്ലാഹു നൽകാൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം